ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ നവമി ആൻഡ് നിർവേദ് വ്ലോഗ്സ്. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വോയിസ് ഓവർ കൊടുക്കുന്നത് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഞങ്ങളൊരു യാത്ര പോവുകയാണ്. 1-2 മാസത്തേക്ക് ഞങ്ങൾ കേരളം വിട്ട് പോവുകയാണ് ഗൈസ്. ആദ്യമായി ഞങ്ങൾ കേരളം വിട്ടിട്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളും കൊണ്ട് പോവുകയാണ് കേട്ടോ. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള വീഡിയോസാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ അപ്പുവേട്ടൻ വന്നിട്ടുണ്ട്. അപ്പുവേട്ടൻ ആന്ധ്രയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിന്ന് ആന്ധ്രയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പുവേട്ടന് അധികം ലീവില്ലാത്തതുകൊണ്ട് നാട്ടിൽ വന്ന് നിൽക്കാനും പറ്റില്ല. അപ്പോൾ റൂമൊക്കെ കമ്പനി കൊടുത്തുകൊണ്ട് ഞങ്ങളിന്ന് അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലാണ്. കാരണം ഞങ്ങൾ കാറിലാണ് പോകുന്നത്. ഞങ്ങളുടെ കാറ് കേട് വന്നിട്ട് കുറേ വർഷങ്ങളായിരിക്കുന്നു. അപ്പോൾ അത് നേരാക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ. കാരണം പെട്ടെന്നല്ലേ ഒക്കെ. കുറച്ച് സാധനങ്ങൾ വാങ്ങി, ക്ലിപ്പ്, പൊട്ട്, ബണ്ണ്, അതുപോലെ തന്നെ സിന്ദൂരത്തിൻ്റെ സ്റ്റിക്ക്, ഇതൊക്കെ ഈ കടയിൽ നിന്ന് കറുകത്തൂരുള്ളൊരു കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. കുറേ കമ്മലൊക്കെ കണ്ടു. അതൊന്നും നോക്കണ്ട പറഞ്ഞു. ഇനി ആന്ധ്രയിലും പോയാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടേ. അപ്പോൾ അതൊക്കെ കണ്ടു, അതൊക്കെ എടുത്തു. പിന്നെ അതുമാതിരി നമ്മുടെ പൊടികൾ, സാധനങ്ങളെ, ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം കൊണ്ടുപോകണമല്ലോ. നമ്മൾ സ്വന്തമായിട്ട് എല്ലാം ചെയ്തിട്ട് നിൽക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട്, കാരണം വീട്ടിലെന്ന് പറഞ്ഞാൽ അമ്മയാണ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോയി കേട്ടോ. പിന്നെ കൂറ്റനാട് ഷഹനാസിക്ക് പോയിട്ട് അവിടെ നിന്ന് എന്താ വാങ്ങിയ മാക്സി വാങ്ങാണ്ടായിരുന്നു. അങ്ങനത്തെ അല്ലറ ചില്ലറ ഇന്നർ വെയേഴ്സൊക്കെ വാങ്ങാണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വാങ്ങി. അധികമൊന്നും വാങ്ങിയില്ല. കാരണം എന്താ പ്രശ്നം വെച്ചാൽ ഇതൊക്കെ ആയിട്ട് ഞങ്ങൾ ആ കാറിൽ പോകാൻ നല്ല കഷ്ടപ്പെട്ടു. കാരണം ബെഡടക്കം കൊണ്ടുപോയി ഞങ്ങൾ. അപ്പോൾ 2 ബെഡും വാങ്ങിയിട്ടോ. അപ്പോൾ ഓണത്തിൻ്റെ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. സോറി കേട്ടോ, ഓണമല്ല, വിഷു, തെറ്റുപറ്റി ഗൈസ്. വിഷുവിൻ്റെ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതാണ് നിങ്ങൾ കാണുന്നത്. ഇത് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കാറിൻ്റെ ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. കാർ റെഡി ഉണ്ടെന്ന്. അപ്പോൾ സമാധാനമായി കേട്ടോ. നല്ല പൊരി വെയിലായിരുന്നേ. അത്രയും വെയിലത്താണ് ഞങ്ങൾ നടക്കുന്നത്. പിന്നെ അത് ഈ കടയിൽ ചെന്നിട്ട് ഞങ്ങളൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം നോക്കാൻ പോയി. പക്ഷെ അവിടെ നിന്നൊന്നും വാങ്ങിയില്ല. ഗ്യാസ്, മിക്സി, ഇതൊക്കെ നോക്കാൻ പോയി. പക്ഷേ എല്ലാറ്റിനും നല്ല വിലയാണ്. പിന്നെ വാങ്ങിയില്ല. പിന്നെ ഇവിടെ നിന്ന് വല്ലറ ചില്ലറ മറ്റേ ഗുഡ് നൈറ്റ് കാര്യങ്ങൾ അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം നല്ല കൊതുവാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ വന്ന് ഞങ്ങളൊന്ന് സെറ്റായി വരണേ ഉള്ളൂ കേട്ടോ. കുക്കിംഗ് തുടങ്ങിയിട്ടില്ല, ക്ലീനിങ് ആണ്. നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല. കേരളം തന്നെയാണ് സുഖമൊക്കെ കേട്ടോ. നമ്മുടെ കേരളത്തിൽ ഇതൊന്നും ഇവിടെ കിട്ടില്ല കേട്ടോ. ആന്ധ്രയിലൊന്നും കിട്ടില്ല. എല്ലാവരെയും അല്ല പറയണേ, നല്ലവരും ഉണ്ട് ആന്ധ്രയിൽ, എന്നാൽ ചീത്തവരും ഉണ്ട് കേട്ടോ. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ വഴിയെ പറഞ്ഞുതരാം. പിന്നെ ഞങ്ങളിതാ ആകെ ക്ഷീണിച്ചപ്പോൾ ഫുഡൊന്നും കഴിക്കാതെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഷേക്കും അതുപോലെ തന്നെ കട്ട്ലറ്റും കഴിച്ചു കേട്ടോ. അത്രയും ക്ഷീണിച്ചിട്ടാണ് പോയി കേട്ടോ. വയ്യാതെ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പോഴാണ് വൈകുന്നേരം ആയപ്പോൾ അമ്മ കുടുംബശ്രീയുടെ എന്തോ വാർഷികമായിരുന്നു ഇത്ര. അപ്പോൾ സെറ്റ് മുണ്ടൊക്കെ ഇട്ടിട്ടാണ് അമ്മ പോയത്. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തത്, ഫോട്ടോ എടുക്കട്ടെ പറഞ്ഞിട്ട് എന്തോ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല. നിങ്ങൾക്ക് അറിയാലോ ഒരു യാത്ര പോകുമ്പോഴുള്ള അവസ്ഥ. ദിവസം 4 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. ആലോചിക്കണം എത്ര പോവാണ്ടെന്ന്. അതാ പകുതി എത്തിയപ്പോൾ അപ്പുവേട്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ പറഞ്ഞു. ഞാൻ ഒന്ന് ആയിക്കോട്ടെ പറഞ്ഞു. എനിക്കൊന്നും വേണ്ട പറഞ്ഞു. പിന്നെ ആദ്യം ഞങ്ങളൊന്ന് വട്ടം കറക്കിപ്പിച്ചു കേട്ടോ. കാരണം ഇതുണ്ടായിരുന്നില്ല വഴി ആകെ തെറ്റി ആദ്യം രാവിലെ ആയപ്പോൾ. അപ്പോൾ അത് നല്ല ബുദ്ധിമുട്ടി എനിക്കല്ല ഞങ്ങൾക്ക്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളിതാ യാത്ര തുടങ്ങിയിട്ടോ. ഇങ്ങനെ ഒരുപാട് ദൂരം ഇങ്ങനെ പോയി. എന്നോട് സ്ഥലങ്ങളൊന്നും ചോദിക്കരുത് ഗൈസ്, എനിക്ക് സ്ഥലങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഇത് ബേബി എടുത്തുകൊണ്ടില്ല. ഇത് പിന്നെ സൂര്യനെ ഇങ്ങനെ ഉദിച്ചു വരുന്നേ ഉള്ളൂ സൂര്യൻ. അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ അവളോട് ഞാൻ എടുക്കാൻ പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു കാറിൽ പോകാൻ. കാരണം അത്രയും സാധനങ്ങളായിരുന്നു. ഞാൻ ആലോചിക്കപ്പോൾ എത്രയൊന്നും കൊണ്ടുവരേണ്ടിയിരുന്നില്ല എന്ന്. അത്രയും സാധനങ്ങളായിരുന്നു ഞങ്ങൾ കെട്ടിക്കൊണ്ടുവന്നത്. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് തമിഴ്നാട്ടിൽ നിന്നാട്ടോ. കേരളത്തിൽ നിന്ന് കഴിക്കാൻ പറഞ്ഞതാണ് ഞാൻ അപ്പോഴോട്. പക്ഷേ എന്താ പറയുക, സമയം ഉണ്ടായിരുന്നില്ലല്ലോ, കടകളൊന്നും തുറക്കില്ലല്ലോ ഇത്ര നേരത്തെ. അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ തമിഴ്നാട് ആയിട്ടൊക്കെ കേട്ടോ കഴിച്ചത്. സത്യം പറഞ്ഞാൽ എനിക്ക് കേട്ടോ എല്ലാവരുടെ കാര്യം അറിയില്ല. ഞങ്ങൾക്ക് കേരളം വിട്ട് കഴിഞ്ഞാൽ ഫുഡ് പിടിക്കുന്നേ ഇല്ല. ഞാനെന്തായാലും ആകെ അതൊരു വലകും ഒന്ന് കുറച്ചൊക്കെ. പിന്നെ വീട്ടിൽ നമ്മളിവിടെ വെച്ചുണ്ടാക്കുമ്പോൾ കുഴപ്പമില്ല കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ടോളിനെ കുറിച്ചിട്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് ടോളുകൾ എത്ര നമ്മൾ പോയി അറിയോ, കടന്നു പോയി അറിയോ, എത്ര പൈസ ടോളിനെ വേണം അറിയോ. 500 എന്നല്ല 1000-ന് മേലെ ടോളിന് കൊടുക്കുന്നുണ്ട്. റോഡ് നല്ലതായതുകൊണ്ട് വാങ്ങുകയെന്നൊക്കെ പറയണം. ആർക്കറിയാം, എനിക്കറിയില്ല. പിന്നെ കുറേ മലകൾ, കുന്നുകൾ, ഇതൊക്കെ ആട്ടോ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുക മെയിനായിട്ട്. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഞങ്ങളുടെ ഒരു യാത്രയാണ്. നിങ്ങൾക്കും കാട്ടാം. ആന്ധ്രയിൽ പോവാത്തവർക്ക് ഇത് കാണാമല്ലോ. ഒരു രസം തോന്നും നിങ്ങൾക്ക്, എങ്ങനെ ഉണ്ട് എന്നൊക്കെ തോന്നും ആന്ധ്രയിൽ പോവാത്തവർക്ക്.
ഞാൻ കാട്ടിത്തരിക. അപ്പോൾ ഈ കടയിലാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിന്നപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ അപ്പോട്ട് എന്തോ കേക്കിൻ്റെ കഷ്ണമോ എന്തോ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിക്കാൻ അതൊരു സാധനം ഉണ്ടായിരുന്നില്ല. പിന്നെ ചായ നന്ന് കേട്ടോ. ഇവിടുത്തെ ചായ അടിപൊളി കേട്ടോ. ആന്ധ്രത്തെ നല്ല പാലിലാണ് കൊണ്ട് ഉണ്ടാക്കുന്നത്. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് ഫുഡൊക്കെ നമ്മുടെ തന്നെയാണ് കേട്ടോ ടേസ്റ്റ് കേരളത്തിൻ്റെ. അവർക്ക് ചിലപ്പോൾ നമ്മുടെ കേരള ഫുഡ് പിടിക്കില്ല, അതുപോലെ തന്നെ അവരുടെ ഫുഡ് നമുക്കും പിടിക്കില്ല. നമുക്ക് പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടും എല്ലാവരും ഒരുപോലെ. ഇത് നെയ് റോസ്റ്റാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. സത്യം അപ്പോട്ടം പൊങ്കലും. ഈ പൊങ്കൽ എനിക്കിഷ്ടമല്ലേ. ഇതാ ഞങ്ങളുടെ കാറിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടുവോ? ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ പോയിട്ട് ഞങ്ങൾ വെട്ടി എങ്ങനെ ഇരുന്നത് ഞങ്ങൾക്കേ അറിയുള്ളൂ. അത്രയും കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ആ കാറിലിരുന്ന് ഈ കടയിൽ നിന്നോട്ടോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഏതാ സ്ഥലമൊന്നും എനിക്കറിയില്ല. തമിഴും തെലുങ്കൊക്കെ എഴുതിയിട്ടുണ്ട്. വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി. ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് ഞങ്ങൾക്ക് വഴിയൊന്നും തെറ്റിയില്ല കേട്ടോ. അപ്പോട്ടൻ വഴി കറക്റ്റ് തന്നെ കൊണ്ടുപോയത്. എല്ലാവരും പറയും ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് പോയാൽ വഴിയൊക്കെ തെറ്റിയിട്ടാവും എത്തുകയെന്ന്. ശരിയാണ്, ചില ആൾക്കാർക്ക് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അതൊന്നും പറ്റിയില്ല. കറക്റ്റ് സമയത്ത് തന്നെ ഞങ്ങൾ എത്തിയിട്ടോ. ഞങ്ങൾ വൈകിട്ട് 6 മണിക്കൊക്കെ കേട്ടോ അവിടെ എത്തിയത്, ഞങ്ങളുടെ സ്ഥലത്തെത്തിയത്. ഞാൻ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ കാട്ടിത്തരാം കേട്ടോ. മുന്നത്തെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ നമ്മൾ അറിയാലോ. ഒരു വീട്ടിൽ ചെന്നാൽ ആ വീട്ടിൽ ഇവർക്ക് പ്രത്യേകിച്ച് ആന്ധ്രക്കാർക്ക് ഒരു വൃത്തി കുറവുണ്ട് കേട്ടോ. എല്ലാവരെയും അല്ല പറയണത്, എല്ലാ ആന്ധ്രക്കാരും അല്ല, ചിലവരൊക്കെ ബാച്ചിലേഴ്സൊക്കെ ആകുമ്പോൾ ഓൾറെഡി വൃത്തി ഉണ്ടാവില്ല. ഞങ്ങളുടെ റൂമിൻ്റെ ഇപ്പുറത്തൊരു ബാച്ചിലറാണ്. പിന്നെ താഴത്തൊക്കെ ഫാമിലീസൊക്കെ ഉണ്ട് കേട്ടോ. ഭാഷ അറിയാത്തതിൻ്റെ പ്രശ്നം ഞങ്ങൾക്ക് ഒരുപാടുണ്ട്. ഞങ്ങളെ പറയുന്നത് അവർക്കും അവർ പറയുന്നത് നമുക്കും മനസ്സിലാവില്ല. എന്നാലും ഇംഗ്ലീഷ് കൊണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. പിന്നെന്താ ഈ നല്ല വ്യൂ പോയിൻ്റ് കണ്ടപ്പോഴാട്ടോ നല്ല ബേബി മലകളും പാറകളൊക്കെ കണ്ടപ്പോൾ നല്ല രസം തോന്നി. അങ്ങനെ ആലോചിക്കും, നമ്മുടെ ഈ ഉരുൾപൊട്ടലിലൊക്കെ ഇങ്ങനെ കണ്ടില്ലേ, ഇതൊക്കെ വീണിട്ടല്ലേ, അങ്ങനെ ഇത് എത്ര വർഷമായി ഇങ്ങനെ നിൽക്കണമല്ലോ, പേടിയാവും ശരിക്കും കാണാൻ. മലയുടെ മുകളിൽ വീടും കുറേ ഇതൊക്കെ ഉണ്ട്. എന്ത് ധൈര്യത്തിൽ അവരവിടെ വെക്കുന്നേ അപ്പം അറിയില്ല. അപ്പം എന്താ നമുക്കറിയില്ലല്ലോ, എന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ലല്ലോ നമുക്ക്. അപ്പം ഇതെന്താ വെച്ചാൽ ഈ പോകുന്ന വഴിക്ക് നട്ട വെയിലത്ത് കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുക. അവർക്കൊന്നും വെയിലൊരു പ്രശ്നമല്ല ഗൈസ്. നമുക്ക് മാത്രം വെയിൽ പ്രശ്നം. വെയിൽ നമുക്ക് മാത്രമേ പ്രശ്നമുള്ളൂ, അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. നട്ടുച്ച നേരത്താണ് അവർ ഈ ക്രിക്കറ്റ് കളിക്കുന്നത്. നമ്മളാണെങ്കിൽ നട്ടുച്ച നേരത്തെ പുറത്തൊക്കെ ഇറങ്ങുമോ? മീൻസ് കുട്ടികളേനെ ഇറക്കുമോ? ഇല്ലല്ലോ. അവർക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. കുട്ടികളേനൊക്കെ അങ്ങോട്ട് വിട്ടോളൂ ഇവർ. ഇങ്ങനത്തെ വക പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ അവർക്ക്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആന്ധ്രയിൽ എത്തിയിട്ടാണ് കേട്ടോ. പിറ്റേ ദിവസമാണ് ഞങ്ങൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. അവിടെ കൊന്നപ്പൂവാ കണ്ടത് തോന്നിട്ട് കേട്ടോ. പോകുന്നുണ്ടേ ആന്ധ്രയിൽ കൊന്നപ്പൂ ഇതുവരെ കണ്ടിട്ടില്ല പറഞ്ഞു കേട്ടോ. അപ്പോട്ടെ വിഷുവല്ലേ വരണത്. അത് നല്ല വിറ്റുണ്ട്. കൃഷ്ണനെ വാങ്ങിയിട്ടോ. അതിൻ്റെ കാര്യം ഞങ്ങൾ പിന്നെ പറയേ. പിന്നെ ഇവിടെ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഇങ്ങോട്ട് വിട്ടപ്പോൾ കുറേ ആൾക്കൂട്ടം, വണ്ടികൾ, കുറേ സംഭവങ്ങൾ കണ്ടു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചു എന്താണെന്ന്. പിന്നെ മനസ്സിലായി അവിടെ അമ്പലത്തിൽ എന്തോ പരിപാടിയുണ്ട്, ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെങ്ങനെയാണോ അതുപോലെ തന്നെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവരുടെ അമ്പലമാണ് അത് കാണുന്നത്. ഇതാ ഈ അമ്പലം തന്നെയല്ലേ? അതെ, അമ്പലത്തിൽ എന്തോ പരിപാടി ഉണ്ട്. എന്താ ചോദിച്ചൊക്കെ അറിയില്ല. അവിടെ ഞങ്ങൾക്കൊരു ബ്ലോക്ക് കിട്ടി. അപ്പോൾ അവിടെ നിന്നപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തു കേട്ടോ. കുറേ ആൾക്കാരും ഉണ്ട്, എന്തൊക്കെയോ അവിടെ കാട്ടുന്നുണ്ട്, എന്താണെന്ന് നമുക്കറിയില്ല. പിന്നെ കുറേ KL വണ്ടികൾ കണ്ടുവിട്ടു. പിന്നെ അതുപോലെ തന്നെ ചിലർ പറയണ്ട ഈ ആന്ധ്രക്കാർക്ക് അല്ലെങ്കിൽ ഇവർക്കൊക്കെ KL വണ്ടി കണ്ട കുറച്ച് കൂടുതലാണ് എന്ന്. അതെന്താണെന്ന് നമുക്കറിയില്ല കേട്ടോ. ചിലവർക്ക് പിടിക്കില്ല അത്ര KL വണ്ടി. അപ്പോൾ അതിൻ്റെ ഇടയിൽ അച്ഛൻ നിർത്തിയിട്ടല്ലേ, ഇതെന്താ അച്ഛൻ നിർത്തിയിട്ട് നമ്മൾ അവിടെ ഇരിക്കുകയായിരുന്നു ബാക്കിൽ. അപ്പോൾ പാട്ട് പാടുമായിരുന്നു, എന്തോ പാട്ടൊക്കെ പാടിയിട്ട് ഡാൻസ് കളിക്കുകയായിരുന്നു. അങ്ങനെയൊക്കെ എന്തൊക്കെയോ ചെയ്യുമായിരുന്നു ഇപ്പോൾ ഞങ്ങൾ കാറിൽ. പിന്നെ ഞാൻ വേദുവിന് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഏതോ പാട്ട് പാടുക. ഏത് പാട്ടാ? ഗോൾഡൻ സ്പാരോ അല്ല, എന്തെങ്കിലും ആവട്ടെ, അവൾക്ക് ഒന്നും അറിയില്ല. പിന്നെ ഈ പൂവ് ഇലയും നല്ല ഭംഗി കണ്ടു കേട്ടോ. അപ്പോൾ അത് വെറുതെ വീഡിയോ എടുത്തതാണ്. നല്ല ഭംഗി കണ്ടു, നല്ല രസമുണ്ട്. അതാണ് നല്ല ഭംഗി കണ്ടു. എന്താണ് പറയാനുള്ളത്? ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. ഭംഗി കണ്ടു. വേറെ ഒന്നല്ല, ഇവിടെ എന്തോ എന്നോട് ചോദിച്ചു. അതുണ്ടായി എന്തോ ഈ റോഡിൽ ഇങ്ങനത്തെ പൂവ് കണ്ടപ്പോൾ എനിക്ക് നല്ല രസം തോന്നി. അപ്പം ഞാൻ വീഡിയോ എടുത്തു. കണ്ടോ കൊഴിഞ്ഞു പോയിരിക്കുന്നു. എന്ത് പറ്റിയാലേ. പിന്നെ എൻ്റെ കൂട്ടുകാരെ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലില്ലാത്ത നാടാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എന്തൊരു കഷ്ടം. വിശന്ന് വേദനയൊക്കെ വയ്യാതെയായി. എനിക്കും ബേബിക്കൊക്കെ. ഒരു നല്ല ഹോട്ടൽ ഈ പരിസരത്ത് ഒന്നുമില്ല. പൊട്ടും ചായ വളർന്നു കേട്ടോ. വേറെ ഒന്നും കഴിച്ചില്ല. ഞങ്ങളുടെ ബാക്കി അപ്പോഴാണ് കഴിച്ചത്. അവിടുത്തെ ഫുഡൊന്നും ഞങ്ങൾക്ക് പിടിക്കണില്ല. എന്നാലും എങ്ങനെയൊക്കെയോ ഞങ്ങൾ കഴിച്ചു. പക്ഷേ അവിടെ നിന്ന് വാങ്ങിയത് അവിടെ വേറെ ഒന്നുമില്ല, ബിരിയാണി ഒന്നുമില്ല, ചിക്കൻ റൈസ് അത്ര.
ചിക്കനും ചോറും. പക്ഷെ അത് ഫ്രൈഡ് റൈസ് പോലെ തന്നെയാണ്. പക്ഷെ അത് കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ, ടേസ്റ്റ് ഉണ്ടായിരുന്നു. അയ്യേന്നൊന്നും പറയാൻ പറ്റില്ല. കഴിച്ചു, പകുതി കഴിച്ചു. ഞാൻ പകുതി അപ്പൂട്ടൻ തന്നെ കഴിച്ചു കേട്ടോ. ബേബിയുടെ ഫുള്ള് അപ്പൂട്ടൻ തന്നെ കഴിച്ചു, വേദ് കുറച്ച് കഴിച്ചുള്ളൂ. പിന്നെ ഞങ്ങളൊരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്ത് മറ്റേ ചിക്കൻ ലോലിപോപ്പ്. എന്നിട്ട് അവർ കൊണ്ടുവന്ന എന്താ പറയുക, ചിക്കൻ ഫ്രൈ. അപ്പൂട്ടൻ പറയത്തല്ല, ചിക്കൻ ലോലിപോപ്പ് നിങ്ങൾക്ക് ഞാൻ ഇവിടെ വന്നാൽ വാങ്ങിത്തരാമെന്ന്. അപ്പോൾ ഞങ്ങൾ എത്തിയിട്ടൊന്നുമില്ല കേട്ടോ, എത്തണതിൻ്റെ മുന്നേ അവിടെ എത്തിയിട്ട് ഭക്ഷണം കഴിച്ചു. കുഴപ്പമില്ല എന്ന് പറയട്ടോ അവൾ. കാരണം കണ്ടപ്പോൾ എനിക്ക് രസം തോന്നിയതാണ് അവരുടെ ചിക്കൻ ലോലിപോപ്പ്. നിങ്ങളത് പറ, ഇത് ചിക്കൻ ലോലിപോപ്പാണോ എന്ന്. ഇതാണ് ചിക്കൻ ഫ്രൈ, നമ്മുടെ നാട്ടിൽ ചിക്കൻ ഫ്രൈ. പിന്നെ ഞാൻ അധികം കഴിച്ചില്ല. ഇതൊക്കെ കഴിച്ചുകൊണ്ടാണോ എന്നറിയില്ല, ഞങ്ങൾക്ക് വിശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇടയ്ക്ക് നിർത്തിയിട്ട് ഓരോ സ്നാക്സ് വാങ്ങൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ലേസ് കാര്യങ്ങളൊന്നും വാങ്ങിയില്ല കേട്ടോ ഞങ്ങൾ. കാരണം ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, വിശപ്പ് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നില്ല. പിന്നെ അത് അവിടെ ഊഞ്ഞാലാടാനും മറ്റേ റെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ ആടി കളിച്ചു, അവർ കുറച്ച് നേരമൊക്കെ നിന്ന് കളിച്ചു കേട്ടോ. അതാണ് ഉണ്ടായിരുന്നത്, ഒരു ഗുണം ഉണ്ടായിരുന്നത്. അതാ ഫുഡ് കുഴപ്പമില്ല എന്ന് പറയാം, വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, നമ്മുടെ കേരളത്തിൻ്റെ അത്ര രുചിയൊന്നും അന്യനാട്ടിൽ പോയാൽ കിട്ടില്ലല്ലോ, അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ഇതിൽ കയറലും ഊഞ്ഞാലാടലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വിട്ടു കേട്ടോ. വിട്ടിട്ട് പിന്നെ അപ്പൂട്ടൻ ജോലി ചെയ്യണ സ്ഥലത്താട്ടോ നിർത്തിയത്. അതിൻ്റെ പേരാണ് റനഗുണ്ട, അങ്ങനെ എന്തൊക്കെ തോന്നുന്നുണ്ട് പ്രൊണൗൺസിയേഷൻ, എനിക്ക് കറക്റ്റ് അറിയില്ല. നമ്മുടെ തിരുപ്പതിയൊക്കെ ആ ഭാഗത്താണ് കേട്ടോ. തിരുപ്പതിക്കൊക്കെ പോകണം ഞങ്ങൾക്ക് ഒരു ദിവസം. അവിടുത്തെ ഒരു വ്യൂ ആണ് കേട്ടോ ഇത്, നല്ല ഭംഗിയിൽ. അവിടുത്തെ കാണാൻ നല്ല രസമുണ്ട്, പക്ഷെ അവർക്ക് വൃത്തിയും കാര്യങ്ങളൊക്കെ കുറവാണ്, അത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോയപ്പോൾ അതാ അവിടെ പടക്കം പൊട്ടിക്കുന്നു, റോട്ടിൽ പടക്കം പൊട്ടിക്കണ പോലെ കേട്ടോ ഓരോന്ന് കാട്ടണം. ഭയങ്കര പടക്കം പൊട്ടിക്കലാണ് അവിടെ കാണുന്നത്. അപ്പോൾ എന്താ നോക്കിയപ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിച്ചു കുറേ ആൾക്കാരും ചെണ്ടയും കോലും ഒക്കെ ആയിട്ട് പോകണു കേട്ടോ. അപ്പോൾ ആദ്യം അപ്പൂട്ടൻ പറഞ്ഞു മരിച്ചിട്ട് എന്തോ പോവുക തോന്നുന്നുണ്ട്, മരണത്തിന് അവിടെ അങ്ങനെയാണല്ലോ, തമിഴ്നാട്ടിൽ ആന്ധ്രയിലൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സന്തോഷത്തിൽ പോകണമെന്നല്ല, നമ്മുടെ ഇവിടെയല്ലേ കരയുള്ളൂ, അവരങ്ങനെയല്ലല്ലോ. പിന്നെ എന്തോ പറഞ്ഞു രഥം പോവുകയാണെന്ന് കേട്ടോ. എന്തോ ആണ് കിട്ടിയത്, എനിക്ക് വീഡിയോ എടുത്തപ്പോൾ കിട്ടിയത് എന്തങ്ങനെ ഉണ്ടോ, എന്തോ പോവുകയാണ് അവിടെ, എന്തോ ആഘോഷമൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. പിന്നെ ഇവിടുത്തെ സ്വീറ്റ്സ്, ആന്ധ്രത്തെ സ്വീറ്റ്സ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ പേടകളില്ലേ, അതൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇതാ കണ്ട ഈ വ്യൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. നമ്മളിങ്ങനെ പോകുന്തോറും നല്ല രസമല്ലേ കാണാൻ, അടുത്തേക്ക് വരണ പോലെ ഫുള്ളിങ്ങനെ കണ്ടാൽ നമുക്ക് തോന്നും അതിൻ്റെ മുകളിൽ നിന്നൊക്കെ വീണ പൊടി പോലും കിട്ടില്ല എന്ന്. പക്ഷെ അതിങ്ങനെ കുത്തനുള്ള എന്തോ സംഭവമാണ് കേട്ടോ. ആ കണ്ടാൽ നമുക്കിങ്ങനെ പേടി തോന്നും, പക്ഷെ നല്ല രസമുണ്ട് ഇങ്ങനെ കാണുമ്പോൾ കേട്ടോ. ഓരോരുത്തരെ ആത്മഹത്യ ചെയ്യാനൊക്കെ അതിൻ്റെ മുകളിൽ കയറി പോകും എന്നൊക്കെ പറയിട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് ഇരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ മെയിനായിട്ട് ഞങ്ങളുടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അപ്പൂട്ടനോട്. കാരണം ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറക്കം വരരുതല്ലോ. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം ഒരു ഗ്രാമപ്രദേശമാണ് കേട്ടോ, സിറ്റി ഒന്നുമല്ല. പിന്നെ നിൽക്കുന്ന വീട് എന്ന് പറയണത് ഒരു ഗ്രാമത്തിലുള്ള വീടാണ്. അപ്പോൾ അതിൻ്റേതായ ഇതുണ്ട്, കാരണം അപ്പൂട്ടൻ ഗ്രാമപ്രദേശത്താണ് അവരുടെ കമ്പനി വരുന്നത്. അപ്പോൾ അടുത്തേക്ക് അപ്പൂട്ടനെ ഞങ്ങൾ വിളിക്കുമ്പോൾ ഓടി വരാൻ പറ്റുന്ന അടുത്തൊക്കെ ആവണമല്ലോ, ദൂരമായ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞങ്ങൾ അടുത്ത് നോക്കിയിട്ട് തന്നെയാണ് അപ്പൂട്ടൻ വീടെടുത്തത്. ഞങ്ങൾ ഈ ഇരിക്കുന്ന വീട് ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ നല്ല സമയം എടുത്തു കേട്ടോ. കാരണം അത്രയ്ക്ക് വൃത്തികേടായിട്ടായിരിക്കുന്നുണ്ടായിരുന്നു. ആദ്യം പറഞ്ഞു ഒരു തമിഴത്തിനെ കൊണ്ടുവന്നിട്ട് വൃത്തിയാക്കാമെന്ന്. പക്ഷേ പിന്നെ ഞാൻ പറഞ്ഞു എന്തിനാ, ഞാനെന്നെ എൻ്റെ തമിഴത്തിയാവാ പറഞ്ഞിട്ട് ഞാനും എൻ്റെ മക്കളും അപ്പൂട്ടരും കൂടിയിട്ട് നല്ല ക്ലീൻ ആക്കിയിട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചു വാരി തുടച്ചാൽ റെഡി ആയിക്കോളും, വൃത്തിക്കായിക്കോളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ മറ്റേ മണക്ക, ഇവിടുത്തെ വൃത്തിയായിട്ട് മണക്ക പോകാൻ വേണ്ടിയിട്ട് മറ്റേ ചന്ദനത്തിരിയും അതുപോലെ തന്നെ സാമ്പ്രാണിയും ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കത്തിച്ച് വെച്ചപ്പോൾ ഒരുവിധം ഒന്ന് സെറ്റായിട്ട് ഒരു കേരളത്തനിമ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലല്ലോ ഞങ്ങളൊരു ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു, വിഷു അല്ലേ വരണത്. അപ്പോൾ വിളക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വിഷു ഞങ്ങൾ ഇവിടെയാണല്ലോ പ്രാവശ്യം ഉണ്ടാവുക. അപ്പോൾ കണി വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഇത് വാങ്ങി, കൃഷ്ണൻ വാങ്ങി കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ വാങ്ങി. ആ വീഡിയോ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഇത് കണ്ടോ, ഈ ഒരു വ്യൂ പോയിൻ്റ് കണ്ടോ നിങ്ങൾ, ഫുള്ള് മറ്റേ പാറ പോലെയാണ്. ഞാൻ അങ്ങനെ ആലോചിക്കും, നമ്മുടെ വയനാട് ദുരന്തത്തിൽ ഇങ്ങനെയല്ലേ ഉണ്ടായിരുന്ന, വലിയ വലിയ പാറകളൊക്കെ പൊട്ടി വീണിട്ടല്ലേ. പക്ഷെ ഇവിടെയൊക്കെ നോക്കൂ, ബിൽഡിങ്ങുകളും സ്കൂളുകളും ഒക്കെ അടുത്തടുത്താണ്. എന്ത് സേഫ്റ്റിയുള്ളത്. പക്ഷേ ശരിയാണ്, സേഫ്റ്റി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. പക്ഷേ അതിപ്പോൾ നമ്മൾ കാണുമ്പോൾ വലിയ സേഫ്റ്റി ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ പേടിയാണ്. പിന്നെന്താ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. അപ്പൂട്ടൻ്റെ സ്ഥലമാണ്, ചായ കുടിക്കുന്ന സ്ഥലം അത്ര. അപ്പോൾ വൈകുന്നേരമായപ്പോൾ ചായ വേണം പറഞ്ഞ് കൊടുത്തുട്ടോ. ഞങ്ങളൊന്നും വാങ്ങിയില്ല, അവനെ കൊടുത്തുള്ളൂ. അടിപൊളി ചായ അത്ര, നല്ല പാലൊഴിച്ചിട്ട് അയ്യോ ചൂടൊക്കെ ആറ്റിയിട്ട് അപ്പോൾ ചുമച്ചിട്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ അടിപൊളി ചായ എന്ന് പറയായിരുന്നു കേട്ടോ അവൻ. പിന്നെ ഞങ്ങളിത് അവിടെ എത്താറായി കേട്ടോ.
പ്രദേശത്ത് എത്താറായി. അപ്പോൾ എന്താ ഉണ്ടായി വെച്ചാൽ കൃഷ്ണനെ വാങ്ങി. ഇവിടെ മുല്ലപ്പൂ ഇതാ അത് പറഞ്ഞപ്പോഴാണ് കൃഷ്ണനെ വാങ്ങണതിൻ്റെ മുന്നേ ഒരു കാര്യം ഉണ്ടായി. മുല്ലപ്പൂ ഉണ്ട് കേട്ടോ, കുറേ മുല്ലപ്പൂ ഇങ്ങനെ ഓരോരുത്തർ വിൽക്കാൻ വയ്ക്കുന്നുണ്ട്. എന്ത് രസം അറിയോ കാണാം. അപ്പോൾ ഞങ്ങൾക്ക് വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ വിഷുവിന് മുല്ലപ്പൂ. എനിക്ക് തോന്നുന്നു ലാഭം ഉണ്ടാവും കേരളത്തെക്കാട്ടിലും ഇവിടെ എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇങ്ങനെ വിൽക്കുമ്പോൾ റോട്ടിലിങ്ങനെ കൈ ഇങ്ങനെ കാട്ടിയിട്ട് അവർ വിൽക്കുന്നുണ്ട്. പിന്നെ ഇപ്പം നമുക്ക് മുല്ലപ്പൂവിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. പിന്നെ കുറേ ബിൽഡിങ്ങുകൾ, ഇങ്ങനത്തെ കുറേ അമ്പലങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഉണ്ടായിരുന്നു, അവിടെ ഇങ്ങനെ കണ്ടു. നമുക്കൊരു അന്യനാട്ടിലേക്ക് വരുമ്പോൾ ഓരോ കൗതുകം. പിന്നെ നമ്മുടെ നാട് വിട്ട് ആദ്യമായിട്ടല്ലേ വരുന്നത്, അപ്പോൾ അതിൻ്റേതായ ഒരു കാര്യങ്ങളാട്ടോ ചെയ്യണത്. അപ്പോൾ ഞങ്ങൾ വഴിയരികിൽ കൃഷ്ണനും അങ്ങനെയൊക്കെ വിൽക്കണ ആളെ കണ്ടു കേട്ടോ. അപ്പോൾ അത് വാങ്ങി. പക്ഷെ എന്താ വെച്ചാൽ 200 രൂപയ്ക്ക് വാങ്ങി പൊട്ടിപ്പോയി. അതപ്പോൾ ഉണ്ടായേ. പിന്നെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട് ഞങ്ങൾ കണ്ടോളി. വരുമ്പോഴുള്ള കോലം എങ്ങനെയാണ്, ഇതാണ് വരുമ്പോഴുള്ള കോലം. ആകെ ഇവിടെയൊക്കെ കുഴപ്പമില്ല, എല്ലാം വെക്കാനുള്ള സൗകര്യം നമുക്ക് 4 പേർക്ക് താമസിക്കാൻ മതിയല്ലോ. അങ്ങനത്തെ ഒരു വീടാണ്, അതാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ കുഴപ്പമൊന്നുമില്ല. കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ ഇവിടെ ആൾത്താമസമൊക്കെ ആയിട്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ അതൊക്കെ എത്തിയിട്ട് ഞങ്ങൾ ആകെ റിഫ്രഷായി വേഗം കുളിച്ചു. പൊട്ടം കുളിച്ചിട്ടുണ്ടായിരുന്നില്ല, പൊട്ടം വന്നിട്ട് വിളിക്കാൻ ഇതാ പൊട്ടം എപ്പോഴും സ്നാക്സ് വാങ്ങണ കടയത്ര, അവിടെ നല്ല സ്വീറ്റ്സൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് അയാൾ ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചു കേട്ടോ. അയാൾ അപ്പോട്ടിനായിട്ട് കമ്പനിയാണ്. അപ്പോൾ ഇവരൊരു കേക്ക് വാങ്ങിയത് നന്നല്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. ഞാൻ കഴിച്ചില്ല ഒന്നും. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് സൂപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ. അതാ ഇവിടെ മലയാളികൾ കുറേ കണ്ടിട്ടത്. ഈ വരുന്ന കുട്ടികളൊക്കെ മലയാളികളാട്ടോ, നമ്മളെ നോക്കി ചിരിച്ചു. പിന്നെ അവിടെ ജോലിക്ക് നിൽക്കണവർ മറ്റേ ഇവരെന്താ നേപ്പാളികളാണ് കേട്ടോ. അപ്പോൾ അവരോട് വർത്താനം പറയാൻ ഇംഗ്ലീഷിലാണല്ലോ. അപ്പോൾ ഞാൻ കുറേ ഇംഗ്ലീഷിൽ പറഞ്ഞു. അപ്പോൾ അവിടെ ഫുള്ള് നമുക്ക് ഇംഗ്ലീഷ് വെച്ചിട്ടൊക്കെ പറയുമ്പോൾ അവിടുത്തെ 2-3 ചേട്ടന്മാർ പറഞ്ഞു മലയാളികൾ തന്നെയാണ് കേട്ടോ, ഞങ്ങൾ ഇത് മലയാളിയുടെ ഷോപ്പാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞു, എവിടെയാണ് കേരളത്തിൽ എവിടെയാണ് എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി. വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങി. അരി, അതുപോലെ തന്നെ പഞ്ചസാര, ഉപ്പ്, ഇതൊന്നും ഞങ്ങൾക്ക് അവിടെ നിന്ന് കൊണ്ടുവരാൻ പറ്റിയില്ല. പ്ലാനൊക്കെ മാറി. പിന്നെ അതുപോലെ തന്നെ പുട്ടുപൊടി, പിന്നെന്താ കടുക്, ഉലുവ, അങ്ങനെയൊക്കെ ഉഴുന്നൊന്നും വാങ്ങിയില്ല, അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ പച്ചക്കറികളൊന്നും വാങ്ങിയില്ല, ഫ്രിഡ്ജില്ല കേട്ടോ ഇവിടെ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മോളിലേക്ക് പോയപ്പോൾ കണ്ട വ്യൂ ആണ് കേട്ടോ. എന്തൊരു രസമാണ്, ചെടികളും അതുപോലെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഒരു സൂപ്പർ മാർക്കറ്റ് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ നല്ല വില ഉണ്ട് കേട്ടോ. ചൂലൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക്, ചൂലും തേപ്പും അതൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അവിടെ നിന്ന് വാങ്ങിയില്ല കേട്ടോ, അവിടെയൊക്കെ നല്ല വിലയാണ്. പിന്നെ നമുക്ക് ഇവിടെ ഇറങ്ങിയാൽ ചെറിയ ചെറിയ കടകളുണ്ട്, അവിടെയൊക്കെ നല്ല ലാഭത്തിൽ കിട്ടും. നമുക്കിപ്പോൾ അതൊക്കെ മതിയല്ലോ. പിന്നെ അതൊക്കെ ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അവൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കി. അപ്പോൾ അച്ഛൻ പറഞ്ഞു അവളോട് സ്കൂൾ നമ്മൾ പോവുമല്ലോ സ്കൂൾ തുറക്കാറാവുമ്പോൾ, അപ്പോൾ അതിന് മുന്നേ ഒന്ന് ഇങ്ങോട്ട് വന്ന് പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പാത്രങ്ങളൊക്കെ വീട്ടിൽ നിന്ന് 2 വീട്ടിൽ നിന്ന്, ഒപ്പം ഉണ്ട് വീട്ടിൽ നിന്ന്, എൻ്റെ വീട്ടിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങി. അപ്പം ഇങ്ങനത്തെ ഇതൊക്കെ കണ്ടു കേട്ടോ, കണ്ണാട, ജീപ്പ്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ട് അവിടെ. അത് കഴിഞ്ഞ് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ വേദുവിന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര നിലത്ത് കിടന്ന് കരയിലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ എന്താ വാങ്ങിയ സാധനങ്ങളൊക്കെ ഞങ്ങൾ ബില്ലടിക്കാൻ കൊടുത്തു. കുറച്ച് സാധനങ്ങളേ വാങ്ങിയുള്ളൂ, അതിനെല്ലാം അത്യാവശ്യം ബില്ലായിട്ടുണ്ട്. പിന്നെ വിളക്കൊളുത്തി കാട്ടാനുള്ള തിരി, എണ്ണ, അതൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ കൃഷ്ണൻ പൊട്ടി. പിന്നെ ഇവിടെ ഉള്ളവർക്ക് എന്താ വെച്ചാൽ മലയാളികളെ കാണുമ്പോൾ ഒരു ഇതാണ്, കുറേ നോക്കി ചിരിക്കുക, വർത്താനം അങ്ങനെ പറയുക, എന്തൊക്കെയാണ് കളിയാക്കാട് പോലും അറിയില്ല കേട്ടോ നമുക്ക്. നമ്മൾ പിന്നെ ഒന്നിലും ഇടപെടില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലെത്തി ഗൈസ്. അപ്പോഴുണ്ട് അവിടെ ഒരു പശു, ഇവിടെ പശു എന്തോ ഒരു അലറലൊക്കെ ഇടുന്നുണ്ട്. ഞങ്ങൾ പിന്നെ ആ ഭാഗത്തേക്ക് പോയില്ല. മേതു പിന്നെ ഇറങ്ങി വന്ന് കുറേ നേരം ഉറുമ്പ് കടിച്ചു, അത് പഠിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കരയായിരുന്നു കേട്ടോ. അവിടെ നിൽക്കുമ്പോൾ അവൻ ഉറുമ്പ് കടിച്ചിട്ട് പാവം നല്ല കരച്ചിലായിരുന്നു കേട്ടോ. കരച്ചിൽ പറഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരുന്നു. എന്നിട്ട് ആൾക്കാർ വന്ന് എന്തിനാ കുട്ടി കരയണമെന്നൊക്കെ ചോദിച്ചു അവിടുത്തെ മലയാളികൾ. പിന്നെ ഞങ്ങൾ കാറ് കയറി ഇരുന്നിട്ട് അവ ഉറങ്ങി. പാവം അവൾ നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ, നന്നായി നോക്കിയിട്ടുണ്ട്. വേദുവിനെയും വീട് വൃത്തിയാക്കാനൊക്കെ അവൾ കൂടിയിട്ടുണ്ട്, വേദും കൂടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ വേദു ഇരട്ടിപ്പണിയാണ് തരണതെന്ന് മാത്രം, ഓരോന്ന് വലിച്ചിടലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങളിനി വരുന്നതായിരിക്കും കേട്ടോ, ആന്ധ്രത്തെ വിശേഷങ്ങളായിട്ട്.